വയനാട്ടിൽ ഭൂരിപക്ഷം കുറയുന്ന ആശങ്കയ്ക്കൊപ്പം യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ എൽ.ഡി.എഫും എൻ.ഡി.എയും നിയമ നടപടിക്കൊരുങ്ങുന്നത് നേതൃത്വത്തിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് എൽ.ഡി.എഫ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 10-ാം തീയതി പള്ളിക്കുന്ന് ദേവാലയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ദേവാലയത്തിനുള്ളിൽ വെച്ച് വൈദികരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്ന ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം.എൽ.എ, വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് പ്രിയങ്ക ഗാന്ധി ദേവാലയത്തിലെത്തിയത്. പ്രിയങ്ക ഗാന്ധി സമർപ്പിച്ച നാമനിർദ്ദേശക പത്രികയിലും സത്യവാങ്മൂലത്തിലും പ്രധാന വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ചു എന്ന് കാണിച്ച് NDA നേതൃത്വവും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക തള്ളണമെന്ന് NDA നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള നിയമ നടപടികൾ കർശനമാക്കണമെന്ന് BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത.